ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, വണ്ടിയുടെ സർവീസ് ആയിട്ടുണ്ട്. 20,000 കിലോമീറ്റേഴ്സിൻ്റെ സർവീസ്. അത് ചെയ്യാൻ വേണ്ടി പോവാണ്. സർവീസ് ഡ്യൂ എഴുതി കാണിക്കാനും തുടങ്ങിയിട്ടുണ്ട്. 20,000 കിലോമീറ്റേഴ്സ് ആവുന്നേ ഉള്ളൂ. ടൈം ഇപ്പോൾ ഓൾമോസ്റ്റ് 8:45 ആയി. നമ്മൾ പ്രീ ബുക്കൊക്കെ ചെയ്യണം സർവീസിന്. നല്ല സർവീസ് സെൻ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ കിട്ടാൻ ടൈം എടുക്കും. വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഇപ്പോഴും എനിക്കങ്ങനെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ആകെ എനിക്ക് തോന്നുന്നു ബ്രേക്ക് മാത്രം ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അല്ലാതെ വേറെ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ലെഫ്റ്റിൽ കൂടെ ഒരു ആർട്ടി യാത്രയായിട്ടും പോകുന്നുണ്ട്. ഒറ്റയ്ക്കാണെങ്കിൽ ലോങ്ങൊക്കെ അടിപൊളി വണ്ടിയാണ്. ഇതും അതുപോലെ തന്നെ. ഈ റോഡിൻ്റെ പേര് ഡോക്ടർ പുനീത് രാജ്കുമാർ റോഡ്. മറ്റേ ആക്ടറിൻ്റെ പേരിലാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് പറഞ്ഞു തന്നതല്ല, അതെനിക്കറിയത്തില്ല. വണ്ടിയുടെ ഒരു ഓവറോൾ റിവ്യൂ വീഡിയോയും കൂടെ നമുക്ക് ഉടനെ എടുക്കാം. കാരണം ഇപ്പോൾ വണ്ടി ഓൾമോസ്റ്റ് 20,000 കിലോമീറ്റേഴ്സ് ആയി. പുറകിലൊരു 10R ആണോ വരുന്നത്? വാ, പൊളി. 10RR, മറ്റേ RR എഡിഷൻ പോലൊരു സാധനം, ഫുള്ള് ഗ്രീൻ കളറിൽ. എനിക്ക് പക്ഷേ ഇതിൻ്റെ ബ്ലാക്കാണ് ഇഷ്ടം. പുതിയ എഡിഷൻ ഇപ്പോഴത്തെ 10R തന്നെ ഒരു ബ്ലാക്ക് ഉണ്ട്, ഒരു മാറ്റ്. കൊള്ളാല്ലേ. 190 സെക്ഷൻ റിയർ ടയർ, TFT ഡിസ്പ്ലേ, കേരള രജിസ്ട്രേഷൻ. അയ്യോ, ഞാനതിപ്പോഴാണ് ശ്രദ്ധിച്ച്. ഞാൻ പുള്ളിയെ പിടിക്കാനൊന്നും നോക്കുന്നില്ല, വെറുതെ എന്തിനാ.
ഞങ്ങൾ സംസാരിച്ചു. പുള്ളി കോഴിക്കോട്ടുകാരനാണ്. പുള്ളി ഇവിടെ അടുത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്കൊരു 1 ലിറ്റർ ഗ്ലാസ് മേടിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എന്തെങ്കിലും നടക്കുമായിരിക്കും. ഇത് 6-8 എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ആഗ്രഹമായിരുന്നു. പ്രതീക്ഷ എന്ന് വെച്ചാൽ നമുക്കൊരു ആഗ്രഹമുണ്ടല്ലോ. അന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ R15 തുടങ്ങിയാണ് സ്വപ്നം. R15 നിന്ന് പിന്നെ CBR 250R മനസ്സിൽ കൊണ്ടുവന്നു. അതും പറ്റിയില്ല. അത് ആ 2 വിഷമം ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരെ 300cc ഏതെങ്കിലും വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ 68-ലെത്തിയത്. അങ്ങനെ പുള്ളി മുമ്പത്തെ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയി. പുള്ളിക്ക് എന്താ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. വണ്ടി ആ സിഗ്നലിൽ അവിടെ വെച്ച് പുള്ളി ഒരു ഷേക്ക് ഹാൻഡൊക്കെ തന്നു. എന്നിട്ട് പോയി. സിഗ്നൽ വീടുന്നുണ്ടോന്നൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം കയറി പോകുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം ഇത്. ആരും അങ്ങനെ സിഗ്നലൊന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യത്തില്ല. വേറെ വണ്ടിയൊന്നും വരുന്നില്ലെന്ന് വന്നാലും അമ്മമാരങ്ങനെ കയറി അമ്മമാർക്ക് തോന്നി അമ്മമാർ കയറിപ്പോവും. നമ്മളങ്ങനെ ഗ്ലോബൽ TVS വന്നിട്ടുണ്ട്. ഇവിടെയാണ് സർവീസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ കുഴപ്പമില്ല. ഒരു റോണിൽ തന്നെ മുന്നിലിരിപ്പുണ്ട്. അതിൻ്റെ ഷോക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് അണ്ണാ പുള്ളി ഹൈറ്റൊക്കെ കൂട്ടി ഓഫ് റോഡ് ടയറൊക്കെ ഇട്ട് സ്പോക്ക് വീലൊക്കെ ഇട്ടിട്ട്. അങ്ങനെ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. വലിയ എക്സ്പെൻസ് ഒന്നും ആയിട്ടില്ല. ഇത് 20,000 കിലോമീറ്ററിൻ്റെ സർവീസ് ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 5K അതായത് 4,900 സംതിങ് വന്നിട്ടുണ്ട്. എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, ഓയിൽ ചേഞ്ച്, അങ്ങനെ ബേസിക് ചേഞ്ചസ് ഒക്കെ ഉള്ളായിരുന്നു. പിന്നെ ബാക്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് തീർന്നാണെന്ന് തോന്നുന്നു, അതും ഇട്ടു. അപ്പോൾ പ്രതീക്ഷ അത്ര വലിയ സർവീസ് കോസ്റ്റ് ഒന്നും വന്നില്ല. കാരണം ഞാൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ചെയിനായാലും ബ്രേക്ക് പാഡും നമ്മൾ മാറിയിട്ടിപ്പം 21,000 കിലോമീറ്റർ മാറേണ്ടി വരും. കാരണം 14K കിലോമീറ്റർ ആയപ്പോഴാണ് മാറിയത്. പക്ഷേ ഏകദേശം 7,000 കിലോമീറ്ററൊക്കെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് ഓടേണ്ടതാണ്. അതുകൊണ്ട് അതും മാറേണ്ട വന്നില്ല. കുഴപ്പമില്ല. അപ്പോൾ അത് ഇതൊരു വലിയ സർവീസ് കോസ്റ്റ് അല്ല. പക്ഷെ അവർ പറഞ്ഞു ഇനി അടുത്തതിന് സ്പാർക്ക് പ്ലഗൊക്കെ മാറണം, ഫോർക്ക് ഓയിൽ മാറണമെന്ന് പറഞ്ഞു. അത് നല്ലൊരു കോസ്റ്റ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് അടുത്ത സർവീസിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 25,000 കിലോമീറ്റേഴ്സ് ഓടുമ്പം അത് മാറേണ്ടതാണ് നോർമലി എന്ന് പറഞ്ഞു. അപ്പം അടുത്ത സർവീസിന് കുറച്ചുകൂടെ കോസ്റ്റ് വരും. പിന്നെ വേറെ കോസ്റ്റ് എനിക്ക് വരുന്നുണ്ട്. ടയർ തീരാറായി. ടയർ തീരാന്ന് വെച്ചാൽ അങ്ങനെ കുറച്ചേ ഗ്രിപ്പേ ഉള്ളൂ. അത് മിഷലിൻ തന്നെ ഇടുവാണെങ്കിൽ ഓൾമോസ്റ്റ് 25,000 റുപ്പീസ് വരും. അതുപോലെ പിന്നുള്ളത് ബെറ്റർ ടയേഴ്സ് എന്ന് പറയാൻ നമുക്ക് TVSൻ്റെ പ്രോട്ടോക്ക് ഉണ്ട്. അതിപ്പോൾ നമ്മുടെ ക്ലബിലൊക്കെ എല്ലാവരും ഇടുന്നതാണ്. ഒന്നെങ്കിൽ TVS പ്രോട്ടോക്ക് ഇടും, പിന്നെ
H1 എന്ന് പറയുമ്പോൾ ഇച്ചിരി ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആണ്. ഒരു 8K 10K ഉള്ളിൽ നമുക്ക് അപ്പോളോ ആൽഫ H1 കിട്ടും ഫ്രണ്ടും ബാക്കോടെ. അപ്പോൾ ഇതിലേതെങ്കിലും ഇടണം. മിഷലിൻ പലരും പറയുന്നത് മറ്റേത് ഇടണ്ടെന്നാണ്. മിഷലിൻ തന്നെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് ടു എക്സ്പെൻസീവ്. ഇമ്പോർട്ടഡ് ടയറാണ്, തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ടയറാണ്. പക്ഷേ വണ്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ടയറും അതാണ്. പിന്നെ നോക്കാം. അപ്പം പലരും ചോദിച്ചു എങ്ങനെയുണ്ട് മെയിൻ്റനൻസ് ഒക്കെ കൊണ്ടു നടക്കുന്നതൊക്കെ. അപ്പം ഞാൻ നോക്കിയിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഒരു 5K അണ്ടറിലാണ് ഫിഫ്ത്ത് സർവീസ് വന്നത്. നോർമൽ സർവീസിനൊന്നും നമ്മളൊരു വലിയ റേറ്റ് ഒന്നും പറയാനില്ല. പക്ഷേ പാർട്സ് മാറുമ്പം നല്ലോണം കോസ്റ്റ് വരാറുണ്ട്. അതിപ്പോൾ നമ്മളെ ഈ പുതിയ ഹിമാലയൻ വെച്ചൊക്കെ നോക്കുമ്പം ബ്രേക്ക് പാഡിനൊക്കെ അതിനും ഇത്രയും റേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലെ വണ്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ആകെ KTM മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവ് കമ്പാരിറ്റീവ്ലി. അത് പാർട്സിനാണ്. ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു ഇതേ റേറ്റേ വരത്തുള്ളൂ. അതുകൊണ്ട് കൊണ്ടു നടക്കുന്നവർക്ക് കൊണ്ടു നടക്കാം. ആരും പിന്നെ 150cc 200cc വെച്ചൊന്നും ഒരിക്കലും 300cc കമ്പയർ ചെയ്യരുത്. ഇപ്പോൾ ഹിമാലയനും എല്ലാം ഈ റേറ്റാണ് പറയുന്നത്. അപ്പം ആ ഒരു രീതിയിൽ കോസ്റ്റ് വരും എന്തായാലും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ കാരണം ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ RR13 RTR13 ഒക്കെ സർവീസ് ചെയ്യാൻ പറ്റിയ ഷോറൂമാണത്. കാരണം ഞാൻ 2-3 മറ്റേ ഗ്രൂപ്പിലും ക്ലബിലൊക്കെ ഉണ്ട്. അവരെല്ലാം സംസാരിച്ചതിൽ ബാംഗ്ലൂരിലെ കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള സർവീസ് പ്രീമിയം ബൈക്കിൻ്റെ സർവീസ് സെൻറ്റർ ഈ 2 നിയോയും ഗ്ലോബലും. അങ്ങനെയാണ് ഞാൻ കേട്ടത്. അത് വെച്ചാണ് ഞാൻ പോയത്. അപ്പം ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ പോയി നോക്കാം. നല്ലൊരു സർവീസ് സെൻ്ററാണ്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓടിച്ചിട്ട് എനിക്ക് നല്ല ഇതുകൊണ്ട് അവർ നല്ല ടൈമൊക്കെ എടുത്തിട്ട് നല്ല വൃത്തിക്കാണ് ചെയ്യുന്നത്. ഫുൾ അഴിച്ച് ക്ലീൻ ചെയ്തൊക്കെയാണ്. അത് കാണുമ്പോഴത്തേനും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നല്ല ടൈം എടുത്ത്. ഞാൻ രാവിലെ 9:30 വന്നതാണ്. ഇപ്പം ടൈം 6:30 ആവുന്നു. പക്ഷേ 6 മണിയായി വണ്ടി കിട്ടാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇത് നല്ലൊരു ഷോറൂമാണ് ഗ്ലോബൽ. ഞാൻ എന്ന് വെച്ചാൽ നമ്മുടെ RR13 RTR13 റോണിൻ പോലുള്ള പ്രീമിയം TVSൻ്റെ പ്രീമിയം ബൈക്കുകൾക്ക് പറ്റിയ നല്ലൊരു ഷോറൂമാണ് അത്. നമുക്ക് ഞാനുള്ള പല ഗ്രൂപ്പിലും റൈഡിങ് ക്ലബ്ബിലും എല്ലാം പറഞ്ഞ് കേട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. കൊള്ളാം. അവർ നല്ല ടൈം എടുത്താണ് സർവീസ് ചെയ്യുന്നത്. എല്ലാം അഴിച്ച് ക്ലീൻ ചെയ്തതും ഒക്കെയുണ്ട്. ഒരാളേ ഉള്ളൂ. അല്ലെങ്കിലും ഈ 3 ബൈക്കിന് ട്രെയിൻ ചെയ്ത ഒരാളുണ്ട്. അവർക്ക് ഇവരുടെ കമ്പനിയായിട്ട് ട്രെയിനിങ് കൊടുത്ത ആൾക്കാരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല ടൈം എടുത്താണ് ചെയ്യുന്നത്. അതുമതി, നമുക്ക് വണ്ടി നല്ല വൃത്തിയായിട്ട് കിട്ടിയാൽ മതി. അപ്പം ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഞാൻ ഏതായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ഇനിയും നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.